എല്ലാവർക്കും ഫനാസ് അക്കാഡമി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് സ്കൂൾ ടെക്സ്റ്റിൻ്റെ ക്ലാസ് ആണ്. ക്ലാസ് ഇടാൻ കുറച്ച് വൈകിയത് ഒരു ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കായതുകൊണ്ടാണ്. എല്ലാവരും ക്ഷമിക്കുക. എല്ലാവരും ക്ലാസ്സുകൾ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 9ാമത്തെ ചാപ്റ്റർ ആണ്. ചേർക്കാം പിരിക്കാം മിശ്രിതങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ആദ്യമായി തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂളിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് തന്മാത്ര? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങൾ തന്മാത്രകളാൽ നിർമ്മിതമാണ്. എന്താണ് തന്മാത്ര? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ. ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നു. എന്താണ് ശുദ്ധ പദാർത്ഥം? ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നു. കൽക്കണ്ടത്തിൽ കൽക്കണ്ടത്തിൻ്റെ തന്മാത്രകൾ മാത്രമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൽക്കണ്ടം ഒരു ശുദ്ധ പദാർത്ഥമാണ്. H2O ആണല്ലോ ജലം എന്ന് പറയുന്നത്. ജലത്തിൽ എല്ലാ ഭാഗത്തും H2O തന്നെയല്ലേ കാണുന്നത്? അതായത് ജലത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ തന്മാത്രകൾ തന്നെയാണ് കാണുന്നത്. ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്. ശുദ്ധ പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? കറിയുപ്പ്, അപ്പക്കാരം, ഓക്സിജൻ, അലൂമിനിയം, കോപ്പർ അല്ലെങ്കിൽ ചെമ്പ്, വെള്ളി, ഗ്ലിസറിൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, തുരിശ് ഇവയെല്ലാം ശുദ്ധ പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ലായനി എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. കൽക്കണ്ടം ജലത്തിൽ ലയിച്ചാൽ ലഭിക്കുന്ന ലായനിയിൽ ഏതെല്ലാം തന്മാത്രകളാണുള്ളത്? കൽക്കണ്ടത്തിൻ്റെ തന്മാത്രകളുമുണ്ട്, ജലത്തിൻ്റെ തന്മാത്രകളുമുണ്ട്. ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മിശ്രിതം അല്ലെങ്കിൽ മിക്സ്ചർ എന്ന് പറയുന്നു. എന്താണ് മിശ്രിതം അല്ലെങ്കിൽ മിക്സ്ചർ? ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മിശ്രിതം എന്ന് പറയുന്നു. തന്നിരിക്കുന്ന പട്ടികയിൽ ഏതൊക്കെയാണ് ശുദ്ധപദാർത്ഥങ്ങൾ എന്നും ഏതൊക്കെയാണ് മിശ്രിതങ്ങൾ എന്നും നോക്കാം. പഞ്ചസാര ലായനിയിൽ ഏതൊക്കെ തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട്? പഞ്ചസാരയും ജലവും. അതുകൊണ്ട് തന്നെ അതൊരു മിശ്രിതമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചുണ്ടാക്കുന്നതാണ് സോഡ. സോഡയിൽ ജലത്തിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും തന്മാത്രകളുണ്ട്. അതുകൊണ്ട് സോഡ ഒരു മിശ്രിതമാണ്. ഓക്സിജനിൽ ഓക്സിജന്റെ തന്മാത്രകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓക്സിജൻ ഒരു ശുദ്ധ പദാർത്ഥമാണ്. വായുവിൽ നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും ജലകണങ്ങളുടെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഒക്കെ തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വായു ഒരു മിശ്രിതമാണ്. മെർക്കുറി അല്ലെങ്കിൽ രസം ഒരു ശുദ്ധപദാർത്ഥമാണ്. ഇരുമ്പ് ശുദ്ധപദാർത്ഥമാണ്. കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശിൽ കോപ്പർ സൾഫേറ്റിൻ്റെ മാത്രം തന്മാത്രകളേ ഉള്ളൂ. അതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് ഒരു ശുദ്ധപദാർത്ഥമാണ്. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നു. എന്താണ് ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ? ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ ഏകാത്മക മിശ്രിതം എന്ന് പറയാം. ഉപ്പ് ലായനി, പഞ്ചസാര ലായനി എന്നീ മിശ്രിതങ്ങളുടെ എല്ലാ ഭാഗവും ഒരേ ഗുണങ്ങളാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് ലായനി, പഞ്ചസാര ലായനി എന്നിവ ഏകാത്മക മിശ്രിതങ്ങളാണ്. ഒരു മിശ്രിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നു. എന്താണ് ഭിന്നാത്മക മിശ്രിതം? ഒരു മിശ്രിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നു. ചോക്കുപൊടി കലർത്തിയ ലായനിയിൽ എല്ലാ ഭാഗത്തും ചോക്ക് കണികകൾ ഒരേ അളവിൽ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് ചോക്കുപൊടി കലർത്തിയ ലായനി ഒരു ഭിന്നാത്മക മിശ്രിതമാണ്. സംഭാരം, കഞ്ഞി, മണൽ, മണ്ണ് ഇവയെല്ലാം ഭിന്നാത്മക മിശ്രിതങ്ങളാണ്. എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ്. ഉപ്പ് ലായനിയിൽ ഉപ്പ് ഖരാവസ്ഥയിലും ജലം ദ്രാവകാവസ്ഥയിലുമാണ്. ഉപ്പും ജലവും കൂടി ചേർന്നാണ് ദ്രാവകാവസ്ഥയിലുള്ള ഉപ്പ് ലായനി ഉണ്ടാകുന്നത്. എന്നാൽ എല്ലാ ലായനികളും ദ്രാവകാവസ്ഥയിലല്ല. ഖരാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള ലായനികളുണ്ട്. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള ലായനികളുണ്ട്. സിങ്ക്, കോപ്പർ എന്നിവ ചേർന്നാണ് ബ്രാസ് അല്ലെങ്കിൽ പിച്ചള എന്ന ലായനി ഉണ്ടായിരിക്കുന്നത്. ബ്രാസ് അല്ലെങ്കിൽ പിച്ചള നിർമ്മിച്ചിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? സിങ്കും കോപ്പറും. സിങ്ക് ഒരു ഖരപദാർത്ഥമാണ്. കോപ്പറും ഒരു ഖരപദാർത്ഥമാണ്. ഖരം ഖരത്തിൽ ലയിച്ച ലായനിക്ക് ഉദാഹരണമാണ് ബ്രാസ് അല്ലെങ്കിൽ പിച്ചള. വാതകം ദ്രാവകത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനിയാണ് സോഡ. സോഡ ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ദ്രാവകാവസ്ഥയിലാണ്. അതുകൊണ്ട് സോഡ ഒരു ദ്രാവക ലായനിയാണ്.
ഗ്ലിസറിനും ജലവും ദ്രാവകങ്ങളാണ്. അതുകൊണ്ട് ദ്രാവകം ദ്രാവകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചത്. വായു എന്ന് പറയുന്നത് വാതകം വാതകത്തിൽ ലയിച്ചുണ്ടായതാണ്. വാതകലായനിക്ക് ഉദാഹരണമാണ് അന്തരീക്ഷ വായു. ദ്രാവകലായനികൾക്ക് ഉദാഹരണങ്ങളാണ് സോഡ, ഉപ്പുവെള്ളം, ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചത് എന്നിവ. ഖരലായനിക്ക് ഉദാഹരണങ്ങളാണ് സ്റ്റീല്, പിച്ചള, ഡ്യൂറാലൂമിൻ, വെങ്കലം, അൽനിക്കോ തുടങ്ങിയവ. വിമാനത്തിൻ്റെ ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലോഹസങ്കരമാണ് ഡ്യൂറാലുമിൻ എന്ന് പറയുന്നത്. ലോഹസങ്കരങ്ങൾ ഖരലായനിക്ക് ഉദാഹരണങ്ങളാണ്. എന്താണ് ലോഹസങ്കരം എന്ന് പറഞ്ഞാൽ? രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നതും അതിലൊന്നെങ്കിലും ലോഹമായതുമായ പദാർത്ഥമാണ് ലോഹസങ്കരം. എന്താണ് ലോഹസങ്കരം? രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നതും അതിലൊന്നെങ്കിലും ലോഹമായതുമായ പദാർത്ഥമാണ് ലോഹസങ്കരം. ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം ഒരു ലോഹസങ്കരമാണ്. സോഡയിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ വേർതിരിക്കാം? അത് തുറന്നു വെച്ചാൽ മതി. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. എന്താണ് തെളിയൂറ്റൽ? ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. മണലും ജലവും കലർന്ന മിശ്രിതം നമുക്ക് തെളിയൂറ്റലിലൂടെ വേർതിരിക്കാം. മണലിൻ്റെ എന്ത് പ്രത്യേകതയാണ് ഇങ്ങനെ വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്നത്? മണലിൻ്റെ തന്മാത്രകൾക്ക് ജലത്തിൻ്റെ തന്മാത്രകളേക്കാൾ വലിപ്പം കൂടുതലാണ്. തെളിയൂറ്റി കിട്ടുന്ന ജലം പൂർണ്ണമായും തെളിഞ്ഞതല്ല. കൂടുതൽ തെളിഞ്ഞ ജലം ലഭിക്കാൻ ഫിൽറ്റർ പേപ്പർ ഉപയോഗിക്കാം. ഒരു മിശ്രിതത്തിൽ നിന്ന് ഘടകപദാർത്ഥങ്ങളെ വേർതിരിക്കാൻ അരിപ്പ ഉപയോഗിക്കുമ്പോൾ പദാർത്ഥത്തിൻ്റെ എന്ത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത്? ഘടകപദാർത്ഥങ്ങളുടെ വലിപ്പമാണ്. ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ. ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ. ചോക്കുപൊടിയും ജലവും ചേർന്ന മിശ്രിതത്തെ തെളിയൂറ്റലിലൂടെ വേർതിരിക്കാം. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപൊറേഷൻ. എന്താണ് ബാഷ്പീകരണം? ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം. കടൽ ജലത്തിൽ നിന്നും ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത് ബാഷ്പീകരണത്തിലൂടെയാണ്. നെയിൽ പോളിഷ് കട്ടിയാകുന്നത് ബാഷ്പീകരണം സംഭവിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ ബോഡി സ്പ്രേ തുറന്നു വെച്ചാൽ ബാഷ്പീകരണം സംഭവിക്കുന്നു. കടൽ ജലത്തിൽ നിന്നും ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന ഉപ്പളങ്ങളിൽ ജലം ബാഷ്പമാകാൻ ആവശ്യമായ താപം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ്. ഇരുമ്പ് പൊടിയും അലൂമിനിയം പൊടിയും ചേർന്ന മിശ്രിതം വേർതിരിക്കാൻ കാന്തം ഉപയോഗിക്കാം. നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കാൻ കാറ്റ് പ്രയോജനപ്പെടുത്തുന്നു. പതിരിന് നെല്ലിനെ അപേക്ഷിച്ച് ഭാരം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ വേർതിരിക്കാൻ സാധിക്കുന്നത്. മെഴുകുപൊടിയും ഇരുമ്പും കൂടിക്കലർന്നാൽ എങ്ങനെ വേർതിരിക്കാം? കാന്തം ഉപയോഗിച്ച് വേർതിരിക്കാം. മെഴുകുപൊടിയും ഉപ്പും കൂടിക്കലർന്നാൽ എങ്ങനെ വേർതിരിക്കാം? ചൂടാക്കി വേർതിരിക്കാം. മെഴുകുപൊടിയും മണലും കലർന്നാൽ എങ്ങനെ വേർതിരിക്കാം? ചൂടാക്കി വേർതിരിക്കാം. കലങ്ങിയ വെള്ളം ഏത് ഉപകരണം ഉപയോഗിച്ച് അരിക്കുമ്പോഴാണ് ഏറ്റവും ശുദ്ധമായ ജലം ലഭിക്കുന്നത്? ഫിൽറ്റർ പേപ്പർ. ശുദ്ധജലം, പഞ്ചസാര ലായനി എന്നിവ അവയിൽ അടങ്ങിയ തന്മാത്രകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ശുദ്ധജലം ഒരു ശുദ്ധപദാർത്ഥമാണ്. പഞ്ചസാര ലായനി ഒരു മിശ്രിതമാണ്. എല്ലാവരും ക്ലാസ്സുകൾ കേട്ട ശേഷം നോട്ട്സ് എഴുതിയെടുത്ത് പഠിക്കുക. പഠിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തുക. നല്ല രീതിയിൽ പഠിക്കുക. ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്